നഖങ്ങളെയും കാൽവിരലുകളെയും ചുറ്റുമുള്ള ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് പരോണൈക്യ. ബാക്ടീരിയ, ഫംഗസ് അണുബാധകൾ മൂലമാകാം ഇത് സംഭവിക്കുന്നത്. ഇത് നഖത്തിന് തൊട്ടു താഴെയുള്ള ചർമ്മത്തിൽ ഒരു ചെറിയ മുഴയോ വെളുത്ത കുരു പോലെയോ പ്രത്യക്ഷപ്പെടാം. ലക്ഷണങ്ങൾ ക്രമേണ വികസിച്ച് ആഴ്ചകളോളം നീണ്ടു നിൽക്കാം, അല്ലെങ്കിൽ അവ പെട്ടെന്ന് വികസിച്ച് 1-2 ദിവസം മാത്രം നിലനിൽക്കുകയും ചിലരിൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കണ്ടുവരാറുണ്ട്. പരോണൈക്യയുടെ ലക്ഷണങ്ങൾ നഖത്തിന് ചുറ്റും വേദന, വീക്കം, മൃദുത്വം, ചുവന്നതും സ്പർശനത്തിന് ചൂടുള്ളതുമായുള്ള ചർമ്മം, ചർമ്മത്തിനടിയിൽ പഴുപ്പ് അടിഞ്ഞുകൂടുന്നു, വെള്ള മുതൽ മഞ്ഞ നിറം വരെയുള്ള പഴുപ്പ് നിറഞ്ഞ ഒരു കുരു രൂപപ്പെട്ടേക്കാം. ചികിത്സിച്ചില്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് നീങ്ങാം. ദൈനംദിന പ്രവർത്തികളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. വിരലിന്റെ കൂടുതൽ ഭാഗത്തേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അണുബാധ ഉണ്ടാകാനുള്ള പ്രധാന കാരണം സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയകളായിരിക്കാം. ഫംഗസ് കാരണവും ഇതുണ്ടാകാറുണ്ട്. മുറിവുകൾ, പൊട്ടിയ ചർമ്മം അല്ലെങ്കിൽ നഖങ്ങൾ എന്നിവയിലൂടെ ബാക്ടീരിയ കയറാം. വളർത്തിയ നഖങ്ങളിൽ ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം അല്ലെങ്കിൽ രാസവസ്തുക്കളുമായി കൂടുതൽ സമ്പർക്കം വരുന്നവരിൽ ഇത് കാരണം ഉണ്ടാകുന്ന പ്രകോപനം കാരണം പരോണൈക്യ ഉണ്ടാകാം. നഖത്തിന്റെ അടിഭാഗത്തോ ക്യൂട്ടിക്കൽ ഭാഗത്തോ ഉണ്ടാകുന്ന ആഘാതം, അപകടങ്ങൾ, നഖം കടിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്കിടെയുള്ള മാനിക്യൂർ അല്ലെങ്കിൽ പെഡിക്യൂർ എന്നിവ കാരണമുണ്ടാകുന്ന ആഘാതം എന്നിവ കൊണ്ടെല്ലാം പരോണൈക്യ ഉണ്ടാകാം. ചില മരുന്നുകളും പരോണൈക്യയ്ക്ക് കാരണമാകും. റെറ്റിനോയിഡുകൾ, ക്യാൻസർ വിരുദ്ധ മരുന്നുകൾ, HIV മരുന്നുകൾ, ചില ആന്റിബയോട്ടിക്കുകൾ എന്നിവയും ഈ മരുന്നുകളിൽ ചിലതാണ്.